ജേക്കബ് ജോർജ് താങ്കളുടെ പ്രതികരണം. സുധാകരൻ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരനായിട്ട് ഉയർന്നിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ശരിക്കും ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു സ്ഥാനത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മാത്രമല്ല, ഹൈക്കമാൻഡിന് മാത്രമല്ല, അത് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് പോലും അവരുടെ സ്വന്തമായ അഭിപ്രായം ഇരുന്നു ഇതിനകത്ത്. അത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കിരൺ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ CPM-നെ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നമുണ്ടായാൽ അത് നടക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് തുല്യശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ആ തുല്യശക്തി എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാകുമായിരുന്നു. മറിച്ച് ഇത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് അനുകൂലമായ വലിയൊരു തരംഗം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ശരി, ഇതാണ് രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തൽ. സുധാകരൻ എടുത്തത് നിർണായകമായ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അനുകൂലമായ ഒരു തീരുമാനമാണ്. കിരൺ, ഇനി വൈകില്ലല്ലോ സ്ഥാനാർത്ഥി പട്ടിക, ഇനി എതിർപ്പുകൾക്ക് സ്ഥാനമില്ലല്ലോ. മഞ്ജുഷ, സ്വാഭാവികമായും ഇനി എതിർപ്പുകൾക്ക് സ്ഥാനമില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് അനുകൂലമായി കൂടി കോൺഗ്രസ് കാണുന്നുണ്ടാവും. പലപ്പോഴും കോൺഗ്രസ് അങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്. പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ട് മാത്രമല്ല കോൺഗ്രസ് പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, നീട്ടിക്കൊണ്ടുപോയി അനുകൂലമാക്കുക എന്നുള്ളതാണ്. ഇന്ന് നടന്ന രണ്ട് സുപ്രധാന മൂവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒന്ന്, സുധാകരനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നേരിട്ട് സുധാകരനെ വിളിച്ചിട്ട് 12 മണിക്കത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കണം, ചിലപ്പോൾ സ്ഥാനാർത്ഥിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നു. അങ്ങനെ ഒഴിവാക്കണമെന്നുള്ള ഉറപ്പ് വാങ്ങുന്നു. അതോടൊപ്പം തന്നെ പരസ്യമായി സമാന്തരമായി ഏറ്റവും വലിയ മൂവ് നടത്തിയത് AK ആന്റണിയാണ്. കേരളത്തിൽ ഇന്ന് നേതാക്കൾക്ക് സുധാകരനല്ല ഒരു നേതാവിനും തള്ളിക്കളയാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് AK ആന്റണിയാണ്. AK ആന്റണി വന്ന് സുധാകരനെ തള്ളിക്കളയുകയല്ല. സുധാകരൻ കരുത്തനായ നേതാവാണ്, ഈ പാർട്ടിയുടെ അഭിവാജ്യ ഘടകമാണ്, അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യമൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ആ തരത്തിൽ എത്രത്തോളം പാർട്ടിയുമായി ചേർന്ന് നിൽക്കേണ്ട ആളാണ്, പാർട്ടിയെ നയിക്കേണ്ട ആളാണ്, കരുത്തനായ നേതാവാണ് സുധാകരൻ എന്ന് പരസ്യമായി AK ആന്റണിയെ പോലെ ഒരാൾ പറയുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് സുധാകരന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. ആന്റണി തന്നെ പരസ്യമായി വന്ന് ഇങ്ങനെ ഒരു വാചകം പറയും. ഇത് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനിടയിൽ അത്രത്തോളം എഫക്റ്റ് ഉണ്ടാവില്ല. സാധാരണ പ്രവർത്തകരടക്കം ആന്റണിയെ പോലെ ഒരു നേതാവ് തന്നെ വന്ന് സുധാകരനെ കുറിച്ച് പറയുന്നു. എന്നിട്ടും പാർട്ടി വിട്ടുപോയി പുറത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം CPM-നൊപ്പം ചേരുന്നു എന്ന രീതിയിലായിരിക്കും കോൺഗ്രസുകാർ വിലയിരുത്തുക. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ് എല്ലാ കാലത്തും സുധാകരന്റെ ശക്തി, അല്ലാതെ നേതാക്കളല്ല. സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സ്വന്തം എന്ന് പറയാൻ അങ്ങനെ കാര്യമായ നേതാക്കളില്ല. അദ്ദേഹത്തിന്റെ ശക്തി താഴെ തട്ടിൽ നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കടുത്ത എതിർപ്പൊക്കെ ഉയരുമ്പോഴും അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് അവർ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയായി നിൽക്കുന്നു. കേന്ദ്രത്തിലും അധികാരമില്ലാതെ സംസ്ഥാനത്തും അധികാരമില്ലാതെ 10 വർഷം എന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസുകാരൻ്റെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കോൺഗ്രസുകാരൻ്റെയും ഓർമ്മയിൽ തന്നെ ഇല്ല. അങ്ങനെ ഒരു ഘട്ടം വന്നതോടുകൂടിയാണ് അവർ എങ്ങനെയും മടങ്ങി വരണമെന്നുള്ള കടുത്ത വികാരത്തിൽ നിൽക്കുകയാണ്. ആ വികാരത്തിൽ നിൽക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവ്, അയാൾ ഇനി എത്ര പ്രിയപ്പെട്ടവനായിക്കോട്ടെ, അയാൾ ഈ പാർട്ടിയുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവർ ആ നേതാവിനൊപ്പം നിൽക്കില്ല. മറ്റു ഇതുവരെയുള്ള നേതാവിനുള്ള സ്നേഹമെല്ലാം കടന്ന് അവർ പാർട്ടി എന്നുള്ള വികാരത്തിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം അവർ പൊതുസമൂഹത്തിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട്, തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കോൺഗ്രസുകാരെ ഒപ്പം കിട്ടാതെ ഒരു നേതാവിനും ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. ഇനി കരുണാകരനെ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ സ്വാധീനമുണ്ടായിരുന്ന, അണികൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവിന് പോലും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് തിരിച്ചു പാർട്ടിയിൽ കയറാൻ ഓരോരോ ചെറിയ നേതാക്കളുടെ അടക്കം കാല് പിടിക്കേണ്ട അവസ്ഥയൊക്കെ ഇതെല്ലാം തിരിച്ചറിഞ്ഞവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ആൾ തന്നെയാണ് സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രതിച്ഛായൊക്കെ നിലനിർത്തിക്കൊണ്ട്, ഒരു അഗ്രസീവായ നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം ഫൈറ്റ് ചെയ്യാമോ ആ ഫൈറ്റ് അവസാന നിമിഷം വരെ നടത്തി. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന്റെ അണികൾ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞു, സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കത്തിലാണ്, അതിന് തയ്യാറായിക്കോളൂ എന്ന് അണികളോട് അദ്ദേഹം പറയുക. അണികളാണ് പുറത്തുവിടുന്നത്. അദ്ദേഹം എവിടെയും ഏതെങ്കിലും ഒരു തരത്തിൽ പാർട്ടിക്കെതിരായി ഒരു വാക്ക് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായി. അവസാനം മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ട് സുധാകരനെ വിളിക്കുന്നു. പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. അത് കൃത്യമായ ഒരു സന്ദേശമാണ്. ഞങ്ങളുടെ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനി മറിച്ചാണ് സുധാകരൻ തീരുമാനിക്കുന്നതെങ്കിൽ പാർട്ടി നിലപാടുമായി മുന്നോട്ട് പോകും. നേരിടാൻ കോൺഗ്രസ് പാർട്ടി സജ്ജമായി. ആ നേരിടാനുള്ള ഒരു അന്തരീക്ഷം കോൺഗ്രസ് പാർട്ടി ഒരുക്കിയത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിന്ന ഈ സമ്മർദ്ദത്തിലാണ്. സാധാരണ പ്രവർത്തകർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അവർ നേരിടേണ്ടി വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ LDF സർക്കാരിനെതിരെയും
പറയേണ്ട സമയത്ത് അവർ കെ സുധാകരന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് സാധാരണ പ്രവർത്തകരടക്കം നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് നൽകുന്ന ഒരു ആശ്വാസം, അവർക്ക് നൽകുന്ന പ്രതീക്ഷ, നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ ഇടയിൽ ഒരു ഉയർന്ന നേതാവായിട്ടാണ് 10 മടങ്ങ് ശക്തിയുള്ള ഒരു നേതാവായി, പാർട്ടി അപകടഘട്ടത്തിൽ കൈവിടാതെ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്ന ഒരു നേതാവായി കെ സുധാകരൻ മാറുന്നു. സുധാകരന്റെ പ്രതിച്ഛായ ഇതിലൂടെ വർദ്ധിക്കുകയാണ്. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായം ഇത്രയായെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെതായ വൈകാരിക പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അണികളിൽ നിന്നുണ്ടാകുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. പൊളിറ്റിക്കലി കൃത്യമായി തീരുമാനമെടുക്കാനുള്ള ശേഷി ഇപ്പോഴും കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസുകാരനായ നിരന്തരം CPM-നോടും CPM-നെ കായികമായും ആശയപരമായും ഒക്കെ കണ്ണൂരിൽ നേരിട്ട് നിന്ന ഒരു നേതാവിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇതാണ് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുറിവേറ്റെങ്കിലും കണ്ണൂരിലെ സിംഹം ഹൈക്കമാൻഡിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് തന്റെ പ്രസ്ഥാനത്തിന് അനുകൂലമായ ഒരു നിലപാട് തന്നെ കെ സുധാകരൻ ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുകയാണ്. അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് മുതലാക്കുവാൻ കോൺഗ്രസിനൊപ്പവും UDF-നൊപ്പവും നിൽക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുകയാണ്. മറിച്ചൊരു തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് എങ്കിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ അത് വലിയ തിരിച്ചടി ആയേനെ. ശ്രീ ജേക്കബ് ജോർജ്, ഇതല്ലേ വാസ്തവം? അതെ, മറിച്ചൊരു തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നതെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് നാളെ താഴ്പോകുമായിരുന്നു. മറിച്ച് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ആ ഒരു തീരുമാനം, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ജീവിതം മുഴുക്കെ നിക്ഷേപിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയിൽ, ഒരു മുന്നണിയിൽ നിക്ഷേപിച്ച ആൾ ഇന്നലെ ഈ കഴിഞ്ഞ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് മാതിരി അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു പോകുമായിരുന്നു. കേരള രാഷ്ട്രീയം എന്തെല്ലാം കണ്ടിരിക്കുന്നു, എത്രയോ ഉന്നതങ്ങളിലേക്ക് ആൾക്കാർ ഉയർത്തപ്പെടുന്നതും അവിടെ നിന്ന് താഴേക്ക് പോകുന്നതും. നേരത്തെ കിരൺ ബാബു ഒക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കെ കരുണാകരൻ്റെ കാര്യം തന്നെ. കെ കരുണാകരൻ്റെ അന്ത്യം വരെയും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് വളരെയധികം സഹകരിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ കുസൃതികളിൽ വളർച്ച, അദ്ദേഹം തന്നെയാണ് കെ സുധാകരനെ കൈപിടിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും കൂടി ഓർക്കണം. പിന്നീട് ആന്റണിയുടെ കാലത്തൊക്കെ അദ്ദേഹം മന്ത്രിയായി. അതൊക്കെ ശരിയാണ്, ആ ഒരു ഉയർച്ച അതെല്ലാം കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അവിടെ നോക്കുമ്പോൾ, ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി, അദ്ദേഹം MP ഒന്നും ആകാത്തതല്ലല്ലോ, MLA ആകാത്തതല്ലല്ലോ, കേരളത്തിൽ മന്ത്രിയാകാത്തതല്ലല്ലോ. ആ ഒരു വൈകിയ വേളയിൽ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിന് തിരുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള സമയവുമില്ല, രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയവും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ആയുസ്സിനെതിരെ നീന്തുകയാണ്. അതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഈ ഒരു വൈകിയെത്തിയ വിവേകം കെ സുധാകരനെ ഇന്ന് കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ടവൻ നേതാവായിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഒരു വിജയമായിട്ട് താങ്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഹൈക്കമാൻഡിന്റെ വിജയമാണ്. ഹൈക്കമാൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ വിജയമാണ്. ഇവിടെ ഹൈക്കമാൻഡ് ആവശ്യത്തിന് ഇടപെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇടപെടൽ നിർത്തി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിലെ പത്രക്കാർക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാമായിരിക്കും. അവിടെ അവർ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട ശേഷം പിന്നീട് അവർ മൗനം പാലിച്ചു. അവരിടപെടുന്നില്ല. പിന്നെ അദ്ദേഹം ഖാർഗെ വിളിച്ച് പറഞ്ഞു എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് പറയാം, ഇനിയൊന്നും പറയണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നുള്ളതായിരുന്നു എൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ വിവേകമനുസരിച്ച് ചെയ്തു. ഇങ്ങനെ ഈ നിലയ്ക്ക് പുറത്തു പോയാൽ അദ്ദേഹത്തിന് രക്ഷയില്ല എന്നറിയാം. ഇനി വേറെ ഒന്ന് തിരിച്ച് കരയിലേക്ക് നീന്താനാണെങ്കിൽ അതിനുള്ള സമയവും അദ്ദേഹത്തിനില്ല. വലിയൊരു വിഷമത്തിലായി പോകുമായിരുന്നു അദ്ദേഹം. ആദ്യം ഞാൻ കുറച്ച് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ഇത്രയും നീട്ടിക്കൊണ്ടു പോയത് സുധാകരന്റെ ഈ കടുംപിടുത്തം കാരണമാണ്. ബാക്കിയുള്ള തർക്കങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സുധാകരന്റെ പ്രശ്നമാണ്, ഈ പിടിവാശിയാണ് ഇത്രയും ദിവസം. അതെ മഞ്ജുഷേ, അത് നീണ്ടുപോയി. പക്ഷേ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഇതൊക്കെ വേറൊരു തരംഗമായിട്ട് മാറാം. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എലിമെൻസ് ആയിട്ട് മാറാം. അത് രാഷ്ട്രീയ നേതാക്കളുടെ, അതിനകത്ത് പ്രചാരകരുടെ ഒരു കഴിവാണ്. തീർച്ചയായിട്ടും അതിന് വേറൊരു മാനം കൂടി ഉണ്ട് എന്ന കാര്യം നാം ഓർക്കണം.
ശരി, ഇതാണ് തീരുമാനം കെ സുധാകരൻ്റേത്. അദ്ദേഹം ഹൈക്കമാൻഡിന് വഴങ്ങി, പാർട്ടിക്ക് വഴങ്ങി. MP ആയിരിക്കെ കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള വാശി കെ സുധാകരൻ ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സന്ദേശം അദ്ദേഹം അണികൾക്ക് നൽകിയിരുന്നു. പക്ഷേ താൻ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് കെ സുധാകരൻ അറിയിച്ചതോടുകൂടി കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ കാർമേഘം അതൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിന്റെ അവസാന സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. ഇതുവരെ പ്രഖ്യാപിച്ചത് 55 സ്ഥാനാർത്ഥികളെയാണ്. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പട്ടിക പുറത്തു വരാൻ ബാക്കിയാണ്. പട്ടിക അംഗീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും പട്ടിക പുറത്തു വരാം. 2 ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകുവാൻ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതായി വരും. ഏതാനും മണ്ഡലങ്ങളിൽ കൂടി തർക്കമുണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട് പട്ടിക. ഇനി ഏത് നിമിഷം വേണമെങ്കിലും പുറത്തു വരാം. കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു അവസാനം കെ സുധാകരനും. പക്ഷേ ആ വിഷയവും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഹരിച്ചിരിക്കുകയാണ്.